തടവുകാരൻ്റെ മകൾ തുടരുന്നു. മണിയേട്ടാ, ഈ കത്ത് ഞാൻ തന്ന വിവരം അമ്മയോട് പറയരുത്, ആരും അറിയരുത്. എൻ്റെ അച്ഛൻ വിയ്യൂർ ജയിലിലുണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അച്ഛൻ എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതിയായിരുന്നു. മണി തലകുലുക്കി മുന്നോട്ട് നടന്നു. ദിവസങ്ങൾ പിന്നിട്ടു. ജയിലർ ദാസിൻ്റെ മുറിയുടെ മുന്നിലെത്തി. ദാസ്, നിനക്ക് ആദ്യമായൊരു കത്ത് വന്നിട്ടുണ്ട്. ദാസ് ജയിലർക്ക് നന്ദി പറഞ്ഞ് കത്ത് പൊട്ടിച്ചു. നന്ദി സാർ, ഞാനിത് എത്രയും പെട്ടെന്ന് വായിക്കട്ടെ. ആരാണ് എനിക്ക് ഈ കത്ത് എഴുതുന്നത്? ദാസിന് അത്ഭുതമായിരുന്നു. ദാസ് വളരെ ആവേശത്തോടെ കത്ത് കവറിൽ നിന്നും പുറത്തെടുത്തു. പ്രിയപ്പെട്ട അച്ഛാ, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് അവിശ്വസനീയമായ സംഭവം ഉണ്ടായതെന്ന് അമ്മ എന്നോട് വെളിപ്പെടുത്തി. ഈ കത്ത് എങ്ങനെയെങ്കിലും അച്ഛന് കിട്ടണമെന്നും അച്ഛൻ സത്യാവസ്ഥ അറിയണമെന്നും ഞാൻ വിചാരിക്കുന്നു. അമ്മ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂളിലെ ഒരു ദിവസം ആയിരുന്നു അന്നാണ് അച്ഛൻ അവധിക്ക് വരുന്ന ദിവസം. അമ്മ സ്കൂളിൽ മറ്റുള്ള കുട്ടികളോടൊപ്പം ടീച്ചറോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയിരുന്നു. വിനോദയാത്രയ്ക്കിടെ പ്രധാന അധ്യാപകനും ഉണ്ടായിരുന്നു. പ്രധാന അധ്യാപകൻ അമ്മയെ പലപ്പോഴും ശല്യപ്പെടുത്തിയിരുന്നു. പ്രധാന അധ്യാപകൻ്റെ അടുത്ത മുറിയിലായിരുന്നു അമ്മ അന്നത്തെ ദിവസം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പ്രധാന അധ്യാപകൻ അമ്മയെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന് സമർപ്പിക്കുവാനുള്ള ചില ആവശ്യകതയുണ്ട്. അതിൽ എല്ലാവരുടെയും ശരീരത്തിൻ്റെ അളവും കൊടുക്കണമെന്ന് അധ്യാപകൻ അമ്മയോട് പറഞ്ഞു. ഞാൻ നിന്റെ അളവുകൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അധ്യാപകൻ അമ്മയുടെ ശരീരത്തിൽ തൊട്ടു. ഇത് കണ്ടപ്പോൾ അമ്മ പൊട്ടിത്തെറിച്ചു. എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? എന്താണ് നിങ്ങൾ എൻ്റെ ശരീരത്തിൽ തൊടുന്നത്? അധ്യാപകൻ അമ്മയെ ഇതിൻ്റെ പേരിൽ ഉപദ്രവിക്കുകയായിരുന്നു. അയാൾ അമ്മയുടെ അരക്കെട്ടിൽ പിടിച്ച് അടുപ്പിക്കാൻ ശ്രമിച്ചു. അമ്മ അദ്ദേഹത്തിൻ്റെ കരണത്തടി കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങി ഓടി. അപ്പോഴാണ് അച്ഛൻ അവിടെ വന്നത്. അമ്മയുടെ അഴിഞ്ഞ മുടിയും ഉലഞ്ഞ വസ്ത്രവും കണ്ട് അമ്മയെ അച്ഛൻ തെറ്റിദ്ധരിച്ചു. അമ്മയുടെ ഒരു മറുപടിക്ക് അച്ഛൻ കാത്തു നിന്നില്ല. അച്ഛൻ ഹെഡ്മാസ്റ്ററുടെ മുറിയിൽ പോകുകയും ഹെഡ്മാസ്റ്ററെ മരക്കസേര കൊണ്ട് തലയിൽ അടിക്കുകയും ചെയ്തു. അടികൊണ്ട് ഹെഡ്മാസ്റ്റർ ബോധരഹിതനായി മുറിയിൽ വീണു. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നറിയാതെ അച്ഛൻ അവിടെ നിന്നും ഓടിപ്പോയി. ഈ കഥകൾ കേട്ട് പോലീസ് തേടി വന്നു. അമ്മയെ തേടി വന്നു. അച്ഛനെ കാണാതായി. കത്ത് വായിക്കുമ്പോൾ ദാസിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവൻ്റെ അവസ്ഥ കണ്ട് ജയിലർക്ക് വല്ലാത്ത സങ്കടം തോന്നി. ദാസിനോട് ചോദിച്ചു, ദാസ്, എന്താണ് സംഭവിച്ചത്? എന്തിനാ കരയുന്നത്? ദാസ് ജയിലറോട് പറഞ്ഞു, എൻ്റെ മകൾ സ്വാതിയിൽ നിന്നുമാണ് എനിക്ക് കത്ത് ലഭിച്ചത്. അവൾക്കിപ്പോൾ 11 വയസ്സായി.
ഏകദേശം 7-8 വർഷം മുൻപാണ് ഞാൻ അവളെ കണ്ടത്. ഞാൻ ഭാര്യയുമായി വഴക്കിട്ടെന്നും ഭാര്യ ഹെഡ്മാസ്റ്ററുമായുള്ള അവിഹിത ബന്ധത്തിൽപ്പെട്ടുവെന്നും ഞാൻ സംശയിച്ചു. ഞാൻ ഹെഡ്മാസ്റ്ററെ കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ ജയിലിലെത്തിയത്. ഈ വിവരങ്ങൾ ദാസ് ജയിലറോട് പറഞ്ഞു. എന്നാൽ ദാസേ, നീ നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ ജീവിതത്തിലെ ആ മോശം ദിവസത്തിന് ശേഷമാണ് ദാസ് ഇത്രയും കഷ്ടത അനുഭവിക്കാൻ തുടങ്ങിയത്. ആ കാലത്ത് ഹെഡ്മാസ്റ്ററെ കാണാതായി. പോലീസിന് ആ സമയം എവിടെ നിന്നോ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തി. അത് ഹെഡ്മാസ്റ്ററുടേതാണെന്നും ദാസാണ് കൊല ചെയ്തതെന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ എത്തിക്കുകയായിരുന്നു. ദാസിൻ്റെ നിരപരാധിത്വം ദാസിന് തെളിയിക്കാൻ അവസരം ലഭിച്ചില്ല. ജയിലർ ദാസിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നിങ്ങളുടെ മകളിൽ നിന്നും ഒരു കത്ത് ലഭിച്ചു. അത് ഒരു നല്ല സൂചനയാണ്. നിങ്ങൾക്ക് അവരെ ഉടൻ കാണാൻ അവസരം ലഭിക്കും. വിഷമിക്കേണ്ട. ദാസ് ജയിലറോട് അപേക്ഷിച്ചു. സാർ, എന്നെ സഹായിക്കാൻ സാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ജയിലർ പറഞ്ഞു, ജയിലിലെ നിങ്ങളുടെ പെരുമാറ്റം എന്നെ ആകർഷിച്ചു. നിങ്ങളുടെ റെക്കോർഡുകൾ മികച്ചതാണ്. നിരപരാധിയാണെങ്കിൽ നിങ്ങൾക്ക് ഗാന്ധി ജയന്തി ദിവസത്തിൽ മോചിപ്പിക്കുവാനുള്ള തടവുകാരുടെ പട്ടികയിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്താം. തിരികെ സെല്ലിലേക്ക് നടക്കുമ്പോൾ ദാസിന് സന്തോഷം തോന്നി. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. അതൊരു ഞായറാഴ്ചയായിരുന്നു. അടുത്ത ദിവസം ഒക്ടോബർ 2. സ്വാതി നേരം വെളുത്തതും ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. ആ ദിവസം ദാസിനെ മോചിപ്പിക്കുമെന്നും തൻ്റെ അച്ഛൻ എത്തുമെന്നും അവൾക്കറിയാമായിരുന്നു. അങ്ങനെ അവൾ അച്ഛനു വേണ്ടി